ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. താങ്ക് യു. ഹാപ്പി വെഡിങ്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതു. വൈദ്യരത്നം. Okay. Thank you, mommy. Thank you. ഏയ് കയ്യിൽ എല്ലാരും ഇത് മെഷീൻ ക്ലീൻ ആക്കിയിട്ട് നമ്മള് എല്ലാവർക്കും സുഖല്ലേ? ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. ആൻഡ് എന്താണ്, ഒരു വർഷമായിരിക്കുകയാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഞാനിപ്പോ നമ്മുടെ സംഗീതിന്റെ ഓരോ വീഡിയോസ് കണ്ടിരിക്കുകയായിരുന്നു. തലേ ദിവസമല്ല, കല്യാണത്തിന്റെ തലേ ദിവസം, അതായത് ഇന്ന് അല്ലേ, കഴിഞ്ഞ വർഷം ഇന്ന് ഞാൻ എന്തൊക്കെ കുറെ കോംപ്ലിക്കേറ്റഡ് മാത്സ് പറയും. കഴിഞ്ഞ വർഷം ഇതേ സമയം നമ്മള് തുള്ളിച്ചാടുമായിരുന്നു അല്ലേ? തേസേട്ടൻ തലകുത്തി മറിയായിരുന്നു, അർമാദിയായിരുന്നു. തേസേട്ടൻ അങ്ങനത്തെ ഒരു രൂപം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അന്നൊരു ദിവസം പിന്നെ കണ്ടിട്ടില്ല. അന്നാണ് ഞാൻ ആദ്യമായിട്ടും ഇനി അങ്ങനെ കാണാൻ പറ്റട്ടെ ലൊക്കേഷനില്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊരു ഭയങ്കര മെമ്മറി ആയിരുന്നു. പക്ഷെ ഒരു വർഷമായി എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പൊ നാളെ ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. എന്ത് തോന്നുന്നു? അല്ലേ? ടപ്പേതായി. എനിക്ക് ഇവിടെ കുറെ പേർക്കും ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ ആ സെയിം തോട്ട് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നാളെ ഞാൻ ആനിവേഴ്സറി എങ്കിലും ഞാൻ വിചാരിച്ചു ഇന്നെ ഞങ്ങളുടെ വ്ളോഗ് തുടങ്ങാം. കാരണം ഇത് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ ഇരിക്കപ്പുറത്ത് കിട്ടിയില്ല, ഇപ്പൊ തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. അപ്പൊ നാളെ അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ല. അമ്പലത്തിൽ പോവാ, അങ്ങനെയൊക്കെ ഉള്ളൂ. ചെറിയ മിനിമൽ പ്ലാൻസേ ഉള്ളൂ. എന്തായാലും അപ്പൊ അത് കാണിക്കാം. അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ ഞാനിത് കണ്ടപ്പോൾ പറയാന്ന് വിചാരിച്ചപ്പോ ഇനി നാളെ വിശേഷങ്ങൾ കാണിക്കുന്നതിന് മുന്നേ ഞാൻ ഇപ്പൊ ഒരു പുതിയ നൈറ്റ് കെയറിൽ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോ അതൊന്ന് അവരോട് പറഞ്ഞിട്ട് ഞാൻ വരാം. നമുക്ക് കിടന്നുറങ്ങിയിട്ട് ബാക്കി. അപ്പൊ ഞാൻ ഫേസ് വാഷ് ചെയ്തു. ഇപ്പൊ ഞാൻ സീറംസ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ സി നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് ഒരു പരിധി വരെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും അത് തടയാനും സഹായിക്കും. അപ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇപ്പോഴത്തെ മാറുന്ന ലൈഫ് സ്റ്റൈല്, ഇപ്പോഴത്തെ ഈ UV റേസ്, നമ്മുടെ ഈ പൊല്യൂഷൻ എല്ലാം കാരണം കൊണ്ട് നമ്മുടെ സ്കിന്നിൽ വരുന്ന നമ്മുടെ സ്കിന്നിലെ നാച്ചുറൽ ബ്രൈറ്റ്നെസ്സിനെ കുറച്ച് ഇങ്ങനത്തെ ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും വരുന്നതൊക്കെയാണ് ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അപ്പം അതിനെ കുറയ്ക്കാൻ നമ്മുടെ വൈറ്റമിൻ സി ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിറം ഗാർണിയറിന്റെ ബ്രൈറ്റ് കംപ്ലീറ്റ് ഓവർനൈറ്റ് ബൂസ്റ്റർ സിറം. ഓക്കെ, ഇത് 10% പ്യോർ വൈറ്റമിൻ സി സിറമാണ്. ഒരു ബിഗ്നേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സേഫ് ആയിട്ടുള്ളൊരു സിറം തന്നെയാണ് ഇത്. ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഈ സൺ റേസ്, ഈ UV റേസ്, പൊല്യൂഷൻ, അതുപോലെ നമ്മുടെ ഈ മാറിയ ലൈഫ് സ്റ്റൈലൊക്കെ കാരണം നമുക്കുണ്ടാവുന്ന സ്കിന്നിലെ ഡൾനെസ്, അതുപോലെ ഡാർക്ക് സ്പോട്ട്സ്, അതുപോലെ നമ്മുടെ ഇതെല്ലാം നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ ബ്രൈറ്റ്നെസ്സിനെയാണ് കുറയ്ക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ ഒരു പരിധി വരെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ വൈറ്റമിൻ സി സീറം ഹെൽപ്പ് ചെയ്യും. ഇത് എന്തുകൊണ്ട് നമ്മൾ രാത്രി യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്കിന്നിൻ്റെ സെൽസിൻ്റെ റീജനറേഷൻ നടക്കുന്നത്. അപ്പോൾ അതൊരു ഉത്തമമായ സമയമാണ് നമുക്ക് ഇങ്ങനത്തെ ട്രീറ്റ് ചെയ്യാൻ, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ട്രീറ്റ് ചെയ്യാനൊക്കെ അത് പറ്റിയൊരു ടൈമാണ്. ഇതാണെങ്കിൽ 76% ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ ഞാൻ ഇത് ആഡ് ചെയ്യുന്നു. ഡ്രോപ്പ്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സീറം തുടങ്ങും, അതിൽ നിർത്തി വയ്ക്കും. ഇതെങ്കിലും എനിക്കൊന്ന് തുടരണമെന്നുണ്ട്. ഓരോന്ന് വേണ്ടിത്തേക്കും നിർത്തും. പക്ഷെ ഇതെനിക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് വൈറ്റമിൻ സി വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ നൈറ്റ് കെയർ റൂട്ടീൻസ്. വെരി സിമ്പിൾ. So head to Nykaa and grab yours at an exclusive launch discount. അപ്പോൾ Nykaa സ്റ്റോറിലോ അല്ലെങ്കിൽ Nykaa ഓൺലൈനിലോ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ലോഞ്ച് ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി കിടന്നുറങ്ങുക, രാവിലെ ആനിവേഴ്സറി അടിച്ചു പൊളിക്കുക. ബാക്കി എന്തൊക്കെ നടക്കാൻ പോണെന്ന് Good
ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്. ഞാൻ മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റായി. അങ്ങനെ പുതിയ ഡ്രസ്സൊന്നും ഇട്ടിരിക്കണം, പക്ഷെ ഒരു ഡ്രസ്സ് ഇട്ടു. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോകാൻ റെഡി ആയിരിക്കുകയാണ്. ഇന്നങ്ങനെ വേറെ സത്യം പറഞ്ഞ ഒരു പ്ലാനും ഇല്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു സിമ്പിളാക്കാം, അമ്പലത്തിൽ പോവാം, പ്രാർത്ഥിക്കാം. പിന്നെ ഇനി ദേശമായിട്ടും വല്ല കേക്ക് വല്ലതും കട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ കുറേ എന്താ ഗിഫ്റ്റ് കൊടുക്കാന്നൊക്കെ ആലോചിച്ചു. അപ്പോൾ ഇപ്പോൾ ഒന്നും ദേശമായിട്ട് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ വെറുതെ മേടിച്ചിട്ട് പിന്നെ എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ളതും വേണ്ടേ. അപ്പോൾ പിന്നെ ഞാനൊന്നും പ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ല. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ. എന്താ മിണ്ടാണ്ടിരിക്കണം? രാവിലെ എണീറ്റേന്റെ ഒരു മന്ദത. 7 മണി കഴിഞ്ഞു സമയം, അതിനാണോ മന്ദത? 6:30 എണീറ്റ്. വെൽക്കം പപ്പിക്കുട്ടി. നമ്മളപ്പോ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോവാ വിചാരിച്ചു. എന്നിട്ട് തിരിച്ചു വരും. നമ്മള് അമ്പലത്തി. നീ ഭയങ്കര ഇഷ്ടാട്ടോ ഈ അമ്പലം. നമ്മളൊരു പൈനാപ്പിളിന്റെ സ്മെല്ല് വന്നില്ല അമ്പലത്തിൽ പോയപ്പോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതിറങ്ങി. നല്ല രസമില്ലേ അതിൻ്റെ അകത്ത് കാണാൻ? എനിക്ക് നല്ല ഇഷ്ടമായി അമ്പലം. നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ. ഇതാ ഈ താമരയും കൂടി വിരിഞ്ഞ നല്ല അടിപൊളി. ഫുള്ള് ചുറ്റും താമര. നമുക്ക് അകത്ത് എടുക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ് കാണിച്ചു തരാത്. നല്ല രസാട്ടോ. സീറ്റ് ബെൽറ്റ്. അപ്പോൾ ഞങ്ങൾ വലിയ വെയിലാവുന്നതിൻ്റെ മുന്നേ പോയി തിരിച്ചെത്തി. ചേട്ടാ ചേച്ചി നീ അമ്മ വിളിക്കണോ? ഒന്ന് വരുമോ? ഇത് ഇങ്ങോട്ട് വരും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. Thank you. Happy wedding anniversary. Thank you. Happy wedding. Thank you. Happy wedding anniversary. Oh, it was very big gift. Happy anniversary. Happy Thank you. കാല് പിടിക്കണം ചേച്ചി. വേണ്ട 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 എല്ലാ ദിവസങ്ങളും. Thank you. Thank you. താങ്ക് യു. തുറക്കട്ടെ. ഗിഫ്റ്റ് കേട്ടോ അപ്പൊ തന്നെ തുറക്കണം. അങ്ങനൊരു വൈദ്യുരോ തൈലാണോ ചേച്ചി? നമുക്കുള്ള ബോക്സാണ്. എന്ത് സാമ്യമുണ്ട്? ഇത് എപ്പോഴും കരയുന്ന പൂച്ചക്കുട്ടി. കണ്ണൊക്കെ എഴുതിയ പൂച്ചക്കുട്ടി. വളരെ വെറൈറ്റി ആയിട്ടുള്ള ക്ലാസിക് ഫോട്ടോ. ഇതിനകത്ത് പിന്നെയും ഉണ്ടോ? അത് ശരി. ചേച്ചി തുറക്കണമെന്നുണ്ടോ? വേണ്ട തുറന്നു. തുറന്നോളൂ. എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല. നോക്കി കൊള്ളാമോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഇട്ട് നോക്കണം. സൈസ് ശരിയില്ലെങ്കിൽ നമുക്ക് മാറാം. നൈസ്. നോക്കൂ. കൊള്ളാം, നന്നായിട്ടുണ്ട്. പച്ച. എങ്ങനെയുണ്ട് പന? Thank you. എന്റെ അതിട്ടാ മതി. എനിക്ക് മാച്ചായിട്ട് പച്ച. ഇത് എനിക്കുള്ള കുർത്തയാണോ? ഷർട്ടാണോ? വാ, ചേരുവോടെ
കൊച്ചിൻ കാർണിവലിലിടാം. നന്നായിട്ടുണ്ട്. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി. ഓ, ഈ ഫോട്ടോ ചേച്ചി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇട്ടിട്ട്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചേച്ചിയുടെ ഹൾക്കും ഡക്കുമാണ്. പച്ച ഷർട്ട് ഇട്ടപ്പോ പച്ച. എനിക്ക് ഇതാ ഏറ്റവും ഇഷ്ടം. ഇന്നലെ വൈകുന്നേരം തൊട്ടാണ് ഇക്കുറി സെറ്റ് ആക്കിയത്. അതാണ് ചേച്ചി ഇന്നലെ ഡൈനിങ് ഹാളിൽ ഇരിക്കും നമ്മൾ ആനിമൽ ഡിസ്കസ് ചെയ്തപ്പോ എന്നെ ഇന്നലെ വൈകിട്ട് എനിക്ക് പെട്ടെന്ന് പോണം. ഓ അതാണ് ഓൾട്ടർ ചെയ്ത സെറ്റ് ആയിരിക്കും. പാന്റ് ഇട്ടിട്ടില്ല, ഐ മീൻ പാന്റ് ഇട്ടിട്ടുണ്ട്, പാന്റ് ഇട്ടിട്ടില്ല. ആൾക്കിനാ തോന്നുന്നു ഹായ്. ഇത് എവിടുന്ന പൊക്കി എടുത്തോണ്ട് വന്നു? എനിക്ക് ടീഷർട്ട് കിട്ടാത്ത. ശരി, താഴെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഡിഷസ് വെച്ചോണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആണോ? മേശപ്പുറത്തേക്ക് വരുന്നതേ ഉള്ളൂ. This is ghee rice. This is salad. Chicken. Salad and veg paneer. Hi mommy. Come on. ഹായ് മോനെ. എവിടെ പോവാണ്? അങ്ങോട്ട് പോണം. ട്രഷറി പോവാണ്. അടുക്കളയിൽ എന്തെങ്കിലും വേണം? നല്ല പാല് എടുത്തോണ്ടല്ലോ. ഞാൻ പണിയെടുത്തില്ല ഇനി ആരും കമന്റ് ബോക്സിൽ ഒന്ന് പറയരുത്. ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോഴോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പറയാം. ഇപ്പൊ പൊതുവെ ചൂട് കുറവുണ്ട്. വെളി ചൂടല്ലോ. അതിൻ്റെ ഇടയിൽ തേജേട്ടനൊരു കോള് വന്നു. നമ്മുടെ ദീപുവേട്ടൻ കേക്കും ബൊക്കെയൊക്കെ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ തേജേട്ടൻ പോയി. അതെനിക്ക് സർപ്രൈസായിരുന്നു കേട്ടോ. ഹാപ്പി ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി മാളൂട്ടി ആൻഡ് തേജസ്. ദീപുവേട്ടൻ്റെ ഇത് ആര് തന്ന കേക്കാണ്? ദീപുവേട്ടൻ. ഇത് ദീപുവേട്ടൻ തന്ന ബൊക്കെ, ഇത് ചേച്ചി തന്ന ബൊക്കെ. രണ്ടിൻ്റെ നടുക്ക് നമ്മൾ കേക്ക് വെച്ചിരിക്കുന്നു. മൂപ്പരപ്പോഴേക്കും ഇങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി അങ്ങനെ അനിയത്തേക്ക് അളിയനും അളിയനും ഞാൻ ക്യാമറ ബാനുവിന് കൈമാറുകയാണ്. കൈയടിക്കൂ. അമ്മ സഞ്ചാരത്തിലാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. തേജസ്സിനെ മുറിക്കണോ എന്നെ മുറിക്കണോ? തേജസ്സിനെ ഒരു തീരുമാനത്തില് കൈ കൈ കൈ. എനിക്കതല്ലേ ഒരു ഓളം വന്നേനെ. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ ലളിതവും സുന്ദരവുമായ വെഡിങ് ആനിവേഴ്സറി അവസാനിച്ചു.
കഴിച്ചിട്ട് വേഗം വരാം കേട്ടോ. എല്ലാവരും എന്തോ നാടകം കളിക്കുന്നുണ്ട്. അങ്കിള് മീനുവിനെ കാണാൻ ബാൻഡ് തേങ്ങാവറുത്ത് എടുക്കായിരുന്നു. ഇവിടെ ആരും ഉണ്ട്. എല്ലാരും നല്ല ഓവറായിട്ട് ഇപ്പൊ ഔട്ട് ഓഫ് നോവെയർ ഒരു മീൻ. നീ എന്തോ മീനൂനോട് ചോദിക്കുന്നത്? ഞങ്ങളുടെ അറിയില്ലെന്നല്ല പറഞ്ഞ മീനൂനെ അമ്മമ്മ വിളിച്ച് മീനുവിന്റെ കണ്ടിന്യൂ ആള് ചിരിച്ചോണ്ടിരിക്കും. എന്തോ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് ബാംഗ്ലൂർ അയ്യോ ഇല്ല എല്ലാരും അങ്ങോട്ട് ആണല്ലേ എല്ലാവരുടെയും നമുക്ക് മറ്റേ ഒരു തുറന്നു ആരുണ്ട് അതിന്റെ അകത്ത്? ഞാൻ കയ്യ് കണ്ടു. ഇതൊക്കെ സ്ഥിരമായിട്ട് അമ്മോന് എപ്പോഴും ഫസ്റ്റ്. എല്ലാവരും ഫാമിലി ആക്ടിങ്. ഓ എനിക്ക് മീനൂന്ന് ഫസ്റ്റ് ആന്റിക്ക് കോള് വന്നപ്പോ തന്നെ എനിക്ക് എന്റെ ആന്റിയുടെ തേങ്ങ വറുത്തതിന്റെ കഥയും കൂടെ ആയപ്പോ എനിക്ക് കൊടുക്കാറുണ്ട്. എനിക്ക് ഏകദേശം ഒരു പോവാണോ? ആണോ? പോവാണോ അങ്ങനെ എനിക്ക് ഫുള്ള് മനസ്സിലായത്. അങ്കിളുടെ മീനുവിന്റെ റൂമിലേക്ക് മീന് തുറക്കുന്നില്ല. അച്ഛന്റെ ഉള്ളിലെ പഴയ നാടക നടൻ വെളി വന്നതാ. അങ്ങനെ എല്ലാവർക്കും ഓ ഇതറിയില്ലായിരുന്നു. തുറന്നപ്പോ ഞാൻ തന്നെ വരണ്ടത്. ആരാ ഞങ്ങളുടെ ബുക്ക് ചെയ്ത? അതല്ല, മുറിന്ന് ഗസ്റ്റ് വെളിയിലോട്ട് വരുന്നില്ല. ഞാനത് പെട്ടെന്ന് ഫസ്റ്റ് കണ്ടപ്പോ ഇനി ഞാൻ ഡോറിന്റെ ഇടയിൽ കൂടെ നോക്കി അമ്മ പട്ടാമ്പി അവിടെ കണ്ടു. ഇനി ഒരു ദീപോട്ടനാണോ? പിന്നെ ഈ ശില്പേച്ചാണ് വേറെ എന്തോ ശില്പേച്ചായിട്ട് എന്തോ മെസ്സേജ് അയപ്പ് ഉണ്ടായിരുന്നു. ശില്പേച്ച ആര്? പിന്നെ ഇടയിൽ കൂടെ കണ്ണട കണ്ടപ്പോ മനസ്സിലായി അമ്മുവാണ്. ബർത്ത്ഡേ ഞാനൊന്നും തന്നില്ലല്ലോ. എനിക്ക് സ്നേഹം ഇവിടെ പ്രൈവറ്റ് റൂമിട്ട് ഞങ്ങള് താഴെ പോയി കഴിച്ചിട്ട് വരട്ടെ. വേണ്ട, ഞാൻ ആദ്യം പ്രൈവറ്റ് മൊമെന്റ് ഞാൻ കഴിച്ചിട്ട് പ്രൈവറ്റ് മൊമെന്റ് പുഴുങ്ങി തിന്ന വിശപ്പ് മാറില്ല. കഴിച്ചിട്ട്
ഒരുപാടുണ്ടല്ലോ. നല്ല നമുക്ക് മുറി എൻജോയ്മെന്റ് ചേച്ചി സർപ്രൈസ് ആയി. എനിക്ക് എന്തോ ഉണ്ടെന്ന് മനസ്സിലായി ഞാൻ. പക്ഷെ ഇതല്ല എക്സ്പെക്ട് ചെയ്തത്. ഞാൻ വിചാരിച്ചു എനിക്ക് പരിചയമുള്ള ആരോ ഈ റൂമിലുണ്ടെന്നാ ഞാൻ വിചാരിച്ചത്. കേക്ക് ഉണ്ടാവും എനിക്ക് ഉറപ്പായിരുന്നു. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു പരിചയമുള്ള റെഡ്ഡൂട്ടിനെ ഇതിലുണ്ട് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴത്തെ ട്രെൻഡ് ഇതെന്ന് തോന്നുന്നു. റെയിൻബോ ആണോ ഇനി? റെയിൻബോ സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ. സർപ്രൈസ് കൊടുക്കാൻ അറിയാവോ എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. അതായിരുന്നു നമ്മുടെ ടെസ്റ്റ്. എനിക്കും നമ്മളൊക്കെ നിസ്സാരമായിട്ട് സർപ്രൈസ് കൊടുത്തു. അപ്പൊ എന്തായാലും വളരെ സൂപ്പർ ആനിവേഴ്സറി ആയിരുന്നു. ഇനി ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റട്ടെ. ഒരു 80, 90, 100 ഇയേഴ്സ്. എല്ലാം കവർ ചെയ്തത് ബാനുവാണ്. ബാനുവിന് അയ്യോ ബാനുവിനും എന്റെ ക്യാമറമാനോനും അറിയിക്കുന്നു. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മായാദേവി അമ്മയെ ഞാൻ ഈ വേദിയിൽ പ്രത്യേക ജൂറി പുരസ്കാരം അഭിനന്ദിക്കുന്നു. ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മയ്ക്ക് ആരെങ്കിലും ഒരു ബന്ധുക്കളെ കാണാനുണ്ടെന്ന് പറഞ്ഞിട്ട് റൂമിൽ പോവാന്ന് പറഞ്ഞ് ഫോഴ്സ് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ച അമ്മ കാറിലിരുന്ന് പറയടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അമ്മ വേറെ ഫോൺ എടുത്ത് അമ്മയുടെ ഈ ഫോണിൽ വിളിച്ച് സംസാരിച്ച് അഭിനയിച്ച്, പക്ഷെ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഏതാ ആ മാള് മൊത്തത്തില് അതിന്റെ ഇടയ്ക്ക് കുറച്ച് പണിയൊക്കെ പാളി. റൂമിന്റെ അടുത്ത് എത്തിയപ്പോ അയ്യോ താക്കോല് എവിടാന്ന് ഗസ്റ്റിനെ എന്തായാലും വളരെ മികച്ച അഭിനയം കാഴ്ചവെച്ച അമ്മയ്ക്ക് പ്രത്യേക ജൂറി പുരസ്കാരം. ഓവറാക്കി ചളവാക്കി അച്ഛന് ഓവറാക്ട് ചെയ്ത് പഴയ നാടക നടനായ മീനുവിനെ നമുക്ക് കാണണ്ടേ മായേ? ഇന്നത്തെ താരം മീനു. ഓക്കെ, ഹാപ്പി ആനിവേഴ്സറി. അമ്മ പൂവെടുത്ത അമ്മയിലെ കൊച്ചു പിള്ളേരെ പൂവിന്റെ അടുത്തിരുന്നു. മാളു എങ്ങനെയാ ഇരിക്കുന്നതെന്ന് അറിയോ? നാഗവല്ലി കളത്തിയിരിക്കത്തില്ലേ? ഇത് മെഷീൻ ക്ലീൻ ആക്കില്ല നമ്മള്. മാടു പൂജാക്കളത്തിലേക്ക് നീങ്ങാം.
ഒരു ഫൈനൽ ടച്ച്. എന്നാലും ആളുവിന്റെ നേസനം കാര്യം തന്നെ എല്ലാവരും പറയുന്നത്. ഒരു ഫോട്ടോ തന്നെ ഞാൻ ഇങ്ങനെ നമ്മുടെ റെഡ് ഡോട്ട് തന്നെയാണ് ഈ സർപ്രൈസും എല്ലാ ഡെക്കോറൊക്കെ ചെയ്തത്. അപ്പോൾ അനീഷേട്ടൻ, റെഡ് ഡോട്ടിൻ്റെ അനീഷേട്ടൻ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് നിന്ന് അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും ഫുഡൊക്കെ നന്നായി കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി എല്ലാം കഴിഞ്ഞു. നമ്മുടെ എന്താ പറയുക, ഫുഡ് അടിക്കൽ കഴിഞ്ഞു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ആനിവേഴ്സറി അല്ലേ? അതെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആനിവേഴ്സറി അല്ല, സെലിബ്രേറ്റ് ചെയ്തു. അങ്ങനെ. ഞാൻ സെലിബ്രേഷൻ ഒന്നും വിചാരിച്ചില്ല. എന്തായാലും കൊള്ളാം, എല്ലാം നന്നായിട്ട് അങ്ങനെ എല്ലാം സൂപ്പർ ആയിരുന്നു. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. കോപ്പിറൈറ്റ് അടിക്കണം. ഏയ്. ഒരു കടയുടെ എത്തി. sound ഉണ്ട്. ബാക്കി കാറൊന്നും പറയാത്ത കാറൊന്നും. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മള് കാർ കയറി. അപ്പൊ അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ റെഡ് ഡോട്ടും ഇതിൽ വന്നു അല്ലേ? റെഡ് ഡോട്ട് അങ്ങനെ വീണ്ടും ഒരു സർപ്രൈസ്, അതെ, വീണ്ടും സർപ്രൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർക്കും താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു, വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനെ വീട്ടിൽ പോവാ, കിടന്നുറങ്ങാതെ എൻ്റെ കണ്ണുകളിൽ തിളങ്ങുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഇടണം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. സോ അടുത്ത വീഡിയോ കാണുന്നവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ശുഭനിദ്ര. Goodbye.